പക്ഷെ ഞാനിപ്പോ ചെന്നൈയിലാ. ആ കൊച്ചിനൊരു കുഴപ്പമില്ല, അവള് തിരിച്ച് ജോലി കയറിയെന്നേ. അതൊന്നും എനിക്കറിയാൻ മേല. ആ കൊച്ചു അതിന്റെ വീട്ടിൽ കയറിയിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതി. അമ്മച്ചി, ഞാൻ ഈ ഊരും പേരും അറിയാത്ത നാട്ടിൽ പെരുവഴി കിടന്ന് ചാകത്തേ ഉള്ളൂ. ആ ചത്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ അടുക്കിയേക്കാം. நான் ரூம் வேணுமாண்ணா? வெறும் 300 ரூபாய் தானா? ഇവിടെ മുറിയുണ്ടോ? മുറി முரியா? റൂം ரூம் இருக்குண்ணா. ഉണ്ടോ? இருக்கு. ഹോട്ട് വാട്ടർ ഉണ്ടോ? ஹாட் வாட்டர் 24 hours. 24 മണിക്കൂറും ചൂടുള്ളതെന്ന് പറഞ്ഞിട്ട് അവർക്ക് പച്ചവെള്ളം പോലും ഇല്ലല്ലോ. காலையிலேருந்து வர வேண்டிய கார்பரேஷன் லாரி வரல சார். അപ്പൊ ഞാനെങ്ങനെ കുളിക്കും? நான் கூட தான் குளிக்கல. ഇപ്പൊ പുറത്തുനിന്ന് പയ്യൻ പറഞ്ഞു 24 മണിക്കൂറും ചൂടുവെള്ളമാണ്. பையன் சொன்னா பையன்கிட்ட போய் கேளுங்க சார். മാമാത്തൊരി, എൻ്റെ കാശ് ഞാൻ തരും, ഞാൻ വേറെവിടെ പോയി കുളിച്ചോളാം. சார் நோ ரீஃபண்ட். നോ റീഫണ്ടാ? ஆமாம். നോ റീഫണ്ടാ? சுடுதண்ணி வரலன்னு அடிக்கிறான் சார். வேற ஏதாவது வெப்பன்ஸ் யூஸ் பண்ணாமா? சார், நான் இந்துலேகா. இங்கேருந்து கூப்பிட்டுருந்தீங்க. ஆமாம், உட்காருங்க. மேடம், அவனை உங்களுக்கு தெரியுமா? அவங்ககிட்ட கேட்டதுக்கு சென்னையில் அவனுக்கு தெரிஞ்ச ஒரே ஆள் உங்களை மட்டும்தான் சொல்கிறான். மேடம், நீங்கள் ஐசிபி பேங்கில் தானே ஒர்க் பண்ணுறீங்க? ஆமாம். நீங்கள் என்ன பண்ணுறீங்க? கம்ப்ளைண்ட் கொடுக்க வந்தவனுக்கு ஒரு 10,000மோ, இந்த கேஸை ஸ்டேஷன் இல்லாமல் பார்த்து பண்ணிக்கிறதுக்கு இங்கே ஒரு 15,000மோ கொடுத்து நீங்கள் புறப்படலாம். மேடம், இங்கே வச்சுலாம் கொடுக்க கூடாது, சுற்றி கேமரா இருக்குது. நீங்கள் என்ன பண்ணுறீங்க? பாத்ரூம் போர்டில் ஒரு ஹெட் கான்ஸ்டபிள் இருப்பார், அவர்கிட்ட ஜிபே நம்பர் இருக்குது, அவர்கிட்ட கொடுத்துருங்க. அப்புறம் மேடம், இனி அவனால் ஒரு பிரச்சனையும் வரக்கூடாது, வந்தால் நீங்கள் தான் பொறுப்பு. അവിടെ നിന്ന് ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലെന്നേ. ഇവന്മാർ പരിചയമില്ലാത്തവരാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയതല്ലേ. ചൂടുവെള്ളമുണ്ടെന്ന് പറഞ്ഞിട്ട് പച്ചവെള്ളം പോലും ഇല്ല. കാശിരിച്ച് വെച്ചപ്പോൾ തല്ലാൻ പറ്റും, ഞാൻ വെച്ചു കൊടുക്കും, ഞാനൊന്ന് വെച്ചു കൊടുക്കും. അല്ല, ഞാനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, എൻ്റെ ഭാഗത്തെ ന്യായം. എൻ്റെ പൊന്ന് ജോസെ, സ്നേഹം കൊണ്ട് പറയുക, നമ്മുടെ രണ്ടുപേരും കുറ്റം കൊണ്ടല്ലാത്ത എന്തൊക്കെയോ മോശം കാര്യങ്ങൾ സംഭവിച്ചു. അത് വിട്. ജോസ് ഇനി കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കേണ്ട. നിന്നാ ജോസിൻ്റെ ഒരു നേച്ചർ വെച്ച് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനി പ്രശ്നം ഉണ്ടാക്കിയിട്ട് വിളിച്ചാൽ വരില്ല കേട്ടോ. എനിക്ക് അവിടെ വേറെ പണിയുണ്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ദൈവത്തെ, ഞാൻ ഇന്ന് രാത്രി വേണ്ടിക്ക് തന്നെ പോകാൻ പരിപാടി ഇട്ടാന്നേ. വന്നപടി നിൽക്കുകയല്ലേ, ഒന്ന് കുളിക്കെങ്കിലും വേണ്ടേ മനുഷ്യന്? ഓ, വല്ലതും കഴിച്ചായിരുന്നോ? എവിടെ? എന്നാ വാ, കയറ്. എവ്വളോണോ? 30 രൂപ. എന്താ അവിടെ എന്താ ഐഡി? ആകപ്പാടെ പ്രശ്നമാണ്. രണ്ടുപേരും ഇപ്പോഴും ഹോസ്പിറ്റലിലാ. പോലീസ് കേസൊക്കെ ആയി. പിന്നെ അമ്മാവനും ചേട്ടനും നല്ല കലിപ്പില. ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്നും കയറിപ്പോന്ന്. എക്സാം മിസ്സാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചേച്ചി, ജെറിച്ചേട്ടൻ ഞാൻ ഫ്ലൈറ്റ് വെച്ച് കണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചു. അതിനിപ്പോൾ എന്താ കുഴപ്പം? ഞാൻ നോക്കിയിട്ട് ജെറിച്ചേട്ടൻ്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നും തോന്നുന്നില്ല. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് പുള്ളിയുടെ വീട്ടിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ പുള്ളി എന്ത് ചെയ്യാനാ? പിന്നെ ചേച്ചിക്ക് അറിയുന്നതല്ലേ ജെറിച്ചേട്ടൻ്റെ അപ്പൻ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്ന്. ഇപ്പോൾ തന്നെ 2 അറ്റാക്ക് കഴിഞ്ഞതാ. പാതിരാത്രി ഇടിച്ചു കയറി ചെന്നപ്പോൾ അങ്ങേർക്ക് 3ാമത്തെ അറ്റാക്ക് വരാത്തത് ഭാഗ്യം. ഓഹോ, അപ്പൊ എല്ലാം ഒപ്പിച്ചിട്ട് ഇവിടെ നിൽക്കുവല്ലേ? ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. കണ്ടാ കൊല്ലുന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ചെറുച്ചേട്ടൻ. എന്നാ പറയാനാ കൊച്ചേ, പറ്റിപ്പോയി. അപ്പോൾ ഞാനും കൂട്ടേ. അല്ല ജോസ്, ഇത് വെച്ചോ. ഡ്രസ്സൊന്ന് പുതിയത് വാങ്ങിച്ചിട്ടോ. പിന്നെ ഭക്ഷണത്തിനും ബസ് ടിക്കറ്റിനും ഉള്ളതൊക്കെ ഇതിലുണ്ട്. അയ്യോ, എനിക്ക് കൊച്ചൻ്റെ കാശൊന്നും വേണ്ട. ഞാനൊരു ഫോൺ വിളിച്ച് പറഞ്ഞാൽ ഗൂഗിളിൽ പൈസ കഴിഞ്ഞ് വരും. ഓ അല്ല, ഒരാൾ വേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കുവാണോ? ഒന്ന് നിർബന്ധിച്ച് നോക്കണ്ടേ? നിർബന്ധിച്ച് നോക്കും, ഞാൻ വാങ്ങിക്കും. വെച്ചോ. അല്ല പിന്നെ എന്നാ പിന്നെ എന്താ പിന്നെ നിങ്ങൾ കാമുകയാവുമ്പോൾ ഒരു സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു കട്ടുറുമ്പാവുന്നില്ല. ഞാൻ പറയുന്നുള്ളൂ, നിനക്ക് വിഷമമായി, സമ്മതിച്ചു. പക്ഷെ നീ എന്നാ എൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കാത്തേ? നമ്മൾ എത്ര പ്രാവശ്യം ഡിസ്കസ് ചെയ്തോ? വീട്ടുകാരറിഞ്ഞാൽ കുഴപ്പമാവുന്ന ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഒതുക്കത്തിൽ ആരോരെൻ്റെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചേ. നിശ്ചയം നടന്നോട്ടെ, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നോട് പറഞ്ഞതല്ലേ. പിന്നെ ആ ബോധമില്ലാത്ത ജോസേ ടൈം ഒന്ന് വിളിച്ചപ്പോൾ നീ എന്നാത്തിന് ഇറങ്ങി വരാൻ പോയെ? നീ എന്നാ ഒന്നും മിണ്ടാത്തേ? വീട് വിട്ട് ഇറങ്ങിയ എന്നെ അറിയില്ലെന്ന് നീ പറഞ്ഞത് ഞാൻ ക്ഷമിച്ചു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ
അന്ന് രാത്രി തന്നെ നീ വണ്ടി എടുത്തിൻ്റെ പുറകെ വരാത്തതും ഞാൻ ക്ഷമിച്ചു. ഓക്കെ. പക്ഷേ ആരെ ഇന്ദു ടിൻഡറും ഇന്ദു ബമ്പിളും? എനിക്കറിയില്ല. നിനക്കറിയില്ല? അയ്യോ എന്താണ് വഴിമുട്ടി എന്ന് പറഞ്ഞത്? ഭാവി ചെല്ലുന്നിടം പാതാളമെന്ന് കേട്ടിട്ടോ? ഏട്ടായി ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാനൊന്നും മൂത്രമൊഴിക്കാൻ പോയാ ഈ അമ്പലത്തിൻ്റെ ഇവിടെ. അതുകൊണ്ടെല്ലാം തിരിച്ചു വന്നു. ഏട്ടായി ഇല്ലടാ, നിങ്ങളാണ് എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള പെൺപിള്ളേരെ കാര്യമൊക്കെ ഇവളോട് പറഞ്ഞത്. അതെ ഞാനതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാ. നിങ്ങൾ എന്ത് മനുഷ്യരാണ് ഏട്ടായി? അതൊക്കെ പണ്ടങ്ങാണ്ട് ഇവിടെ പരിചയപ്പെടുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ? സോറി ജോസേട്ടായി, ആ പെങ്കൊച്ച് എന്നാ പറഞ്ഞു? ഇവിടെ കുളമായി കിടക്കുവാണ്. ഞാൻ പെരുവഴിയിലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാനങ്ങോട്ട് വരുവാ. ഇവിടുത്തെ ജയിലിനെക്കാട്ടി ഭേദമാണ് ജോസേട്ടായി അവിടുത്തെ പെരുവഴി. ജോസേട്ടായി ഇവിടെ വന്നാൽ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യും. ഒരു 15 ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്യും. അറസ്റ്റ് ചെയ്യാനോ? അതിന് ഞാൻ എന്നാ ചെയ്തു? ആ പെങ്കൊച്ച് പോലീസിനോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോ ഒന്നാന്ന്. എന്നാ ജോസേട്ടേക്ക് എന്നാ കാര്യം പറഞ്ഞേ മനസ്സിലാവാത്തേ? ഇതുകൊണ്ടൊന്നും പ്രശ്നം തീരത്തില്ലെന്നേ. FIR ഇട്ടേക്കുന്ന വീട് കയറി ആക്രമിച്ചതിനും കൂടാ ഭവനഭേദനവും വധശ്രമവും ജാമ്യമില്ലാത്ത വകുപ്പാ. പോരാത്തതിനും ആ മിലിറ്ററി വഴി SP വഴിയുള്ള പ്രശ്നം വേറെ. അയ്യോ ഇതെന്നാ പുരുഷാനടാ. എന്നാന്ന് പറഞ്ഞാൽ ഇത് നാറി തണുക്കുന്നവരെ ജോസേട്ടാ ഇങ്ങോട്ട് വരിക വേണ്ട. ഏത് നേരത്താണോ എനിക്ക് ദുർബുദ്ധി തോന്നിയത് മാതാവേ? കർത്താവേ, ആറമ്മോ. സിത്തു, എന്നാ കാലാവസ്ഥ? ആസ് യൂഷ്വൽ കലിപ്പിലാണ്. Staring at me. Leave. Ma'am. Okay, ma'am. Good afternoon. This is the time you come to the office, Jerry. Ma'am. You are the branch manager. What's your explanation? You're not going to give me all this kind of nonsense. What the hell have all of you been doing here? എടി അവർക്ക് പ്രാന്താണെന്ന് തോന്നുന്നു. എന്നാ തെറിയായിരുന്നു. ആ കാശങ്ങ് തിരിച്ചിട്ടേക്ക് ചെറി. ഏത് കാശ്? നിന്റെ പാസ് കീ ഉപയോഗിച്ചാണ് 70 ലക്ഷം രൂപ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതും ഓൺലൈനായി അല്ല, മാനുവലായിട്ടാണ്. പിടിച്ചാൽ ജീവിതകാലം മുഴുവനകത്ത് കിടക്കേണ്ടി വരും. നിന്റെ തമാശക്കളിയല്ല. എടി നീ എന്നാ പിച്ചുമ്പയൊക്കെ പറയും? നിനക്കറിയില്ല. സിത്തു, നീ മനുഷ്യരെ പേടിപ്പിക്കാതെ കാര്യനാന്ന് പറയാനേ. എടാ, നീ പെരുന്നാൾ കൂടാൻ ലീവിലായിരുന്നപ്പോൾ ഒരു ഫാമിലി വന്നിരുന്നു. ഏതോ ഒരു ടയർ കമ്പനി ഡിസ്ട്രിബ്യൂട്ടർ വെങ്കിടേഷ്. சொல்லுங்க சார். ஹலோ மேம், ஐம் வெங்கடேஷ். எங்கள் ஒய்ஃப் ஜனனி. இவங்க அப்பா இறந்து 8 வருஷம் ஆச்சு. ஆனால் நேற்று நைட்டு 70 lakhs இவங்க அப்பா அக்கௌண்ட்லேருந்து வேறு அக்கௌண்ட்டுக்கு மணி ட்ரான்ஸ்ஃபர் ஆன மாதிரி உங்கள் பேங்க்லேருந்து மெசேஜ் வந்திருக்கு. உங்கள் பேங்க்லேருந்து இதுக்கு முன்னாடி எந்த மெசேஜும் வந்ததில்லை. ഇൻഫാക്ട് എங்கள் അപ്പ അവരുടെ അച്ഛൻ അങ്ങനെ ഒരു അക്കൗണ്ടുള്ള കാര്യം അവർക്ക് അറിയില്ലായിരുന്നു. ഒരു സെന്റിമെന്റ്സിന്റെ പുറത്താണ് അവർ അച്ഛൻ്റെ ഫോൺ സൂക്ഷിച്ചു വെച്ചത്. ആ ഫോണിലേക്കാണ് ബാങ്കിന്റെ മെസ്സേജ് വന്നത്. ഇറ്റ്സ് സ്ട്രേഞ്ച്. 1 മണി നേരത്തിൽ 10 ട്രാൻസാക്ഷൻ, 7 ലക്ഷമാ 70 ലക്ഷം. ஆமாம் மேடம், அதை பார்த்து தான் பேங்க்கு கிளம்பி வந்தோம். ഡീറ്റെയിലാக ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുங்க, ഞാൻ ഫോർവേഡ് പண்றேன். ഓക്കെ. ആ കംപ്ലയിൻറ്റ് ഞാൻ അന്നേ സെക്ഷനിലേക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. പിന്നെ കോപ്പി വെച്ച് സിസ്റ്റത്തിൽ നോക്കിയപ്പോഴാണ് നിന്റെ പാസ് കീ ഉപയോഗിച്ചിട്ടാണ് ആ ഫണ്ട് മൊത്തം ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെന്ന് ഞാൻ കണ്ടത്. പക്ഷേ ഫാമിലി പിന്നെ വന്നേ ഇല്ല. ഇതേപോലത്തെ കംപ്ലൈൻറ്റ് വേറെ ആരെങ്കിലും വന്നായിരുന്നു? ഇല്ല, വേറെ ആരും വന്നിട്ടില്ല. ഇല്ല.